Hey everyone, welcome guys. And yes, I will be continuing the reaction for Kerala Crime Files season 2. I will be watching episode 2 right now. So yeah, let's get into it right away. So the episode is called Ambili Ayappan Puzzle. Ambili Ayappan Puzzle, yeah. അതൊന്ന് കുറച്ച് പൊക്കി പിടിച്ച് വയറ്റിൽ നിന്ന് പോയപ്പോ ശ്രദ്ധിച്ചിരുന്നോ? സ്റ്റൂളിന്റെ കൂടെ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും? ഛർദിച്ചപ്പോ ഇത്തിരി ചുവപ്പ് പോലെ കണ്ടായിരുന്നു. ഇതിനിടയിൽ ഇപ്പൊ ഒരു അഡോപ്ഷൻ സാങ്ഷനുണ്ട്. കല്ലും മണ്ണും ഗ്യാപ്പിന് വേണ്ടി അകത്താക്കുകയും ചെയ്യും. ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ശീലങ്ങളൊക്കെ ഒന്നേന്ന് കണ്ടീഷൻഡ് ആവണല്ലോ. കോണ്ടാക്ട് എടുക്ക്. നമ്മളായിട്ട് ഇനി വീഴ്ച വരുത്തിന്ന് വേണ്ട. ആ അഡോപ്ഷൻ പാർട്ടീസ് എഴുന്നള്ളുന്നുണ്ട്. വണ്ടി ആരോടിക്കും? അയ്യപ്പനോട് ഓടിക്കാൻ പറ. അയ്യപ്പൻ അടിച്ച് കയറ്റിട്ടേ ഇരിക്കണത്. കല്ലാണോ? കല്ലല്ല, കരിങ്കല്ല്. എങ്ങാനും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയ. ഇവനെ ഒക്കെ So that is Ayappan. Finally we see Ayappan's face. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കായ നരിഞ്ഞു വെക്ക്. വെറുതെ ഇരിക്കുവല്ല. ജോസേട്ടാ, സ്റ്റാർച്ച് വാട്ടർ ചാഹിയേ. കഞ്ഞിയുള്ളല്ലേ? ദേ അരി അടുപ്പത്തിടാൻ തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, ഇന്നലത്തെ ഇല്ലേ? അത് പൊളിച്ചിട്ടുണ്ടാവടാ. ഓ, എനിക്ക് കുടിക്കാവുന്നല്ല, അതൊക്കെ മതി. ആ ടെറിയ നോക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു കേട്ടാ. അത് ശരി, കഞ്ഞിയുള്ള വെച്ചാണോ ഇപ്പൊ ചികിത്സിക്കുന്നത്? ഞാൻ കൊണ്ടുപോവാ. താനയാളുടെ കാ നുറുക്കി കൊടുക്കും. നീയാക്ക് സല്യൂട്ട് അടിക്കാതെ അനങ്ങൂല. നേരം വെളുക്കുമ്പോ തൊട്ട് അപ്പ് ആൻഡ് ഡൗൺ പറയണ നമ്മുടെ തില്ലടെ ഇത് തന്നെയാണ് വാലാട്ടുന്നതിന്റെ കുട്ടി. He's good with dogs. എനിക്ക് വലിയ പിടിപാടില്ല. പിന്നെ അതുപോലെ കേസ് എഴുതുന്നതിലും എക്സ്പേർട്ടാ. ഇവൻ ശിക്ഷ കിട്ടേണ്ടവനാണെന്ന് അമ്പിളിയാണെന്ന് തോന്നിയോ ആ പ്രതിപ്പെട്ട്. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഊരാൻ പറ്റാത്ത ലോക്കിട്ട് അങ്ങ് എഴുതി കളയും. എന്നിട്ടിപ്പോ നടപടി വന്നപ്പോ ഈ പിക്ചർ ഒന്നും അല്ല പുള്ളിക്ക്. അത് സാറേ, പുറത്തുനിന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ഇവിടെ കാര്യങ്ങൾ ഓടുന്നത്. എല്ലാവരും പണിക്ക് സിനിമാ പോലീസ് കളിച്ചു പോകാൻ ഒരു ജില്ലയിലെ പോലീസുകാർക്കും പറ്റൂല. ട്രിവാൻഡ്രത്ത് തീരെ പറ്റൂല. അതുകൊണ്ട് ഉള്ളുകൊണ്ടെങ്കിലും എല്ലാവരും ആരുടെങ്കിലും ഒക്കെ സൈഡ് പിടിക്കും. That's true. പത്രത്തിലും I think that's in like literally everything. Sorry, I missed that dialogue. ട്രിവാൻഡ്രത്ത് തീരെ പറ്റൂല. അതുകൊണ്ട് ഉള്ളുകൊണ്ടെങ്കിലും എല്ലാവരും ആരുടെങ്കിലും ഒക്കെ സൈഡ് പിടിക്കും. ഈ വാർത്തയിലും പത്രത്തിലും കാണുമ്പോഴല്ലേ ഈ കാപ്പാലിസ്റ്റ്, മാഫിയ വെട്ട് എന്നൊക്കെ പറഞ്ഞ അതുപോലൊക്കെ ഫീല്. നേരിട്ട് കാണുമ്പോ ഇവരൊക്കെ എന്താ, ഏതെങ്കിലും ഒരു രാജേഷ്, പ്രകാശ്, അനീഷ്, നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാര്. ഞാനൊരു 3 മാസം കഴിഞ്ഞു വരാം. സാറും ഇതൊക്കെ തന്നെ പറയുള്ളൂ. അമ്പിളി ഈ പറഞ്ഞില്ലേ സേടാ? അമ്പിളിയാണെങ്കിൽ സൈഡില്ല. അത് അങ്ങേരെ കളി. എല്ലാവരുടെ അടുത്ത് തൂങ്ങാൻ നിൽക്കും. അതുകൊണ്ടെന്താ, ട്രിവാൻഡ്രത്തെ ടീമൊന്നും പുള്ളിനെ തൊടൂല. പലപ്പോഴും കെട്ടുകൊട്ടിയന്മാരെ പിടിച്ചു നിർത്തണ പോലും ഈ അമ്പിളിയാനും തന്നെ വേണം. അങ്ങേരോട് ഇവന്മാർക്കൊരു റെസ്പെക്ട് ഉണ്ട്. കാരണം 5 പൈസ വാങ്ങൂല. ഈ പൈസ വാങ്ങാത്തവരോട് എക്സ്ട്രാ മെറിറ്റ് ഇവർ കണക്കാക്കുമല്ലോ. അപ്പൊ ട്രാൻസ്ഫർ കിട്ടാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സ്റ്റേഷൻ ഇടപെടലും പൊളിക്കുമ്പോ ഉള്ളുന്നാർക്കും പരാതി വരാണ്ടിരിക്കാൻ പേരിന് ട്രാൻസ്ഫർ. So he didn't deserve it, but it was just done. ഇവിടെ വന്ന് സീരിയലൊക്കെ വാക്കി പിടിച്ച് വെച്ചതാ. 10-25 അമ്പിളിയുടെ കണക്ക്. പക്ഷെ വാങ്ങിയില്ല. ഇടയ്ക്കൊരു ഫോൺ വന്നു. പിന്നെ പുള്ളി അതിന്റെ പിറകെ. എങ്ങോട്ടെങ്കിലും പോവാണ്ടെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഫോൺ വിളിച്ചോണ്ടാ സെന്ററിനെ കൊണ്ട് പോണുണ്ട്. എന്തു പറ്റി? ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്നാളെ സ്റ്റേഷനിൽ I don't think he's dead. Maybe taken. ഏത് ഉത്തരിയ? I don't know. Let's അവനാ see. സമയത്ത് പാലത്തിലൂടെ കറങ്ങുന്നതാ. അതുവഴി നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണാതിരിക്കില്ല. I do like the music, like overall.
വേണ്ട പോട്ടെ. കാർ ഓട്ടോയെ ഫോളോ ചെയ്ത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഈ സാർ പുതിയതാണ്. ഇന്നലെ ജോയിൻ ചെയ്ത ആലപ്പുഴക്കാരനാ. 55 കൊല്ലമായി ആലപ്പുഴ സാറേ. ഞാൻ ഈ ബൈപ്പാസ് ജംഗ്ഷനിൽ ഈ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട്. അണ്ണാ കാർ ഏതാന്ന് ഓർമ്മണ്ടോ? നീല കളറാ. മോഡൽ എന്തേലും? മോഡല് 55 കൊല്ലമായിട്ട് ബൈപ്പാസിൽ കൂടെ ഓടാത്ത ഏതെങ്കിലും മോഡലാണോ? ബ്ലൂ കളർ വിയോൺ വേരിയന്റ് ഡിലൈറ്റ് പ്ലസ്. He was just gathering it and being sure. Probably picked up, no? Thought of it. Like, just to follow that entire trail, so much needs to be investigated. Not an easy job. അല്ല, കുറച്ചേരം സംസാരിച്ചോണ്ടെന്ന് തോന്നുന്നു. ഡ്രൈവറായിട്ട്. ഓ, എന്നിട്ടാണ് കെയർ ചെയ്തത്. കാറിൽ കയറിയെന്ന് ഉറപ്പല്ലേ? അങ്ങനെ ഗ്യാരണ്ടി ഒന്നും ചോദിക്കരുത്. കെയർ ചെയ്തല്ലെന്ന് തോന്നിയത് മിററിൽ കൂടെ കണ്ടല്ലേ. പുള്ളി ഫ്രണ്ടിലാണോ അതോ ബാക്കിലാണോ കയറിയത്? കാറിന്റെ മോഡൽ ഏതാന്ന് ഓർമ്മണ്ടോ? മോഡൽ ഇവിടെ ഇല്ല. ഒരു നീല കളർ കാറാണ്. രജിസ്ട്രേഷൻ ചെയ്തായിരുന്നു? പറഞ്ഞല്ല. ഒന്നാതെ നിർത്തിയ ഒരു 100 മീറ്റർ പറകിലായിരുന്നു. Yeah, and why would anybody catch that really? Generally. ഒരു സ്റ്റിക്കർ എംബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഈ റെന്റ കാറിനെ കൊട്ടിക്കൂലേ, ആ ടൈപ്പ്. കണ്ണാടി കൂടെ അത്രയൊക്കെ കാണാമല്ലേ? I like that he's a little skeptic. മാവേലിക്കര ഇവിടുത്തെ ഡീലിംഗ് കുറച്ചും കൂടി ഒന്ന് നോക്കിയും കണ്ടാവാം നാട്ടുകാരോട്. Why? ഈ മാവേലിക്കര പോലെ ആയിരിക്കില്ല. ഒന്നാമത് 3-4 ദിവസത്തെ കുണ്ടാമണ്ടി കൊണ്ട് പോലീസിന്റെ കംപ്ലീറ്റ് ഗ്രൗണ്ട് സപ്പോർട്ട് പോയി കിടക്കുക. Okay. ഒതുക്കത്തിൽ നിന്നില്ലെങ്കിലേ അവര് ഊക്കി വിടും. You know, people don't like, because of all the crap happened, people obviously, the locals there, they don't trust the police. But I like that at least they know that the team is changing, right? So, but I like how, like, even in my mind, because he's like, okay, we noticed this through that, we noticed this through that. So I'm saying that I like that the guy is a little skeptic. As a police officer, you're supposed to ask questions, right? But yeah, somebody who's seasoned, who has been there, would know that, okay, the locals get agitated or not. So I think balance needs to be created. So I like that both of them are in like one team right now doing this search. ആകുലതകൾ വേണ്ടെന്നും ടവർ ലൊക്കേറ്റ് ചെയ്തതിൽ നിന്നും തക്കതായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതായും നെടുമങ്ങാട് ഡിവൈഎസ്പി അറിയിച്ചു. Found the phone. Why do I get the feeling, because Ambali seems to be like extremely seasoned, why do I get the feeling that he disappeared on his own? He's not dead. I don't know. I could be wrong. I'm just speculating. ഷാജു ഭായിക്ക് എന്താ തോന്നിയത്? സാധാരണ തന്നെ തെറിച്ചു വീണതായിരിക്കില്ല. ഓബ്വിയസ് അല്ലാത്ത എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം സാറിന്റെ കണ്ണത്തിന്റെ ആയിരിക്കും പെടുക. അല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒത്തിരി കാണുന്നതും ചിലപ്പോൾ കുഴപ്പമാണെന്നേ. കണ്ട് പഴകിയതിനെ വീണ്ടും വീണ്ടും കാണാൻ നോക്കും. പിന്നെ തോന്നിയ കാര്യം അത് ലാബിൽ നിന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്താൽ മതി. ആ മൊബൈലിന്റെ ബാക്കിൽ ഇത്തിരി ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. ഉറപ്പില്ല, അതാണ് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. Why do I still feel like Ambali is not dead? But there is blood. I've seen way too many true crime documentaries and crime series to know that Ambali cannot be dead. സർ, ഓർക്കുന്നില്ലേ രാജീവൻ? രാജീവ ഒന്ന് വെളിയിലോട്ട്. അല്ല, അവിടെ ചെന്ന് തലയും കാണിച്ച് അപ്പൊ തന്നെ ഇങ്ങോട്ട് വിട്ടു വന്നുകൊണ്ട് ചോദിച്ചതാ. ഒന്ന് ലാബ് വരെ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം?
ഫോണും കൊടുത്ത് അവളെ പറഞ്ഞുവിട്ടിരിക്കുന്നു. ഒന്ന് നേരിട്ട് പോയി ഫോളോ അപ്പ് ചെയ്യണമെന്ന് തോന്നിയില്ല. സർ, ആളുടെ റീസെന്റ് കോൺടാക്ട്സ് നോക്കി വിവരം എടുക്കുന്നുണ്ട്. അറിഞ്ഞിടത്തോളം കുറച്ച് റോങ് കോൺടാക്ട്സ് ഉള്ള ആളാ. അമ്പിളിയെ കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. ആ റെന്റക്കാർ കമ്പനിയുടെ കാര്യം എന്തായി? കിട്ടിയോ? അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ? ഇവിടെ ഇരുന്ന് നെറ്റ് ഉണ്ടാക്കിട്ടോ? ഫോണിലുള്ളത് ബ്ലഡ് സ്റ്റെയിൻ തന്നെയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഗ്രൂപ്പിംഗും ചെയ്തു. ആളുടേതായിട്ട് മാച്ചിങ്. See, I'm still sticking to my this thing that ആ വീട്ടുകാരോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട് എന്തെങ്കിലും അഡീഷണൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്ക്. I'm still sticking to my theory that Ambali is not dead. മൊഴിയാൻ നിൽക്കണ്ട. ചിലപ്പോ എന്റെ മൈൻഡിൽ ഓടിയെന്ന് വരില്ല. ഈഗോവും ഹൈറാക്കി നോക്കുന്ന ടൈപ്പേ അല്ലേ? മനസ്സിലായോ? മെഡൽ ഒന്നും വേണ്ട ഷാജുഭായി, പറയിപ്പിക്കാണ്ട് പോണെന്നേ ഉള്ളൂ. സ്റ്റെഫി, വൈകിട്ട് വിളിക്കാം. ഒരു മിനിറ്റ് വെക്കല്ലേ. റോബിയുടെ മുറ്റത്ത് തുണി കെട്ടിയിരിക്കായിരുന്നേ. ഞാൻ കിച്ചണിലപ്പോ. സ്റ്റെഫി, നീ കാര്യം മാത്രം പറ. അവന്റെ കെട്ട് കഴിഞ്ഞു പോയോ? ഇല്ല. പിന്നെ പുറത്തുനിന്നൊരു നായ വന്ന് കടിപിടിയായേ. എന്നിട്ട് ഞാൻ ഒച്ചയിട്ട് അപ്പൊ തന്നെ എന്നെ ഓടിച്ചു വിട്ട്. ഭാഗ്യത്തിന് മുറിവൊന്നും പറ്റിയില്ല. അപ്പൊ പ്രശ്നം തീരുന്നില്ലേ? She didn't finish, na? I'm sure that is not the only update. അയാളുടെ പേര് അയ്യപ്പൻ എന്നല്ലേ പറഞ്ഞേ? അച്ഛൻ അയാളെ ഇടയ്ക്ക് കാണാറുള്ളതാണോ? വലിയച്ഛ അങ്ങനെ നാട്ടിൽ വരാറില്ല. എവിടെയാ വർക്ക് ചെയ്യുന്നേ? പലയിടത്തുമായിട്ടാ. ഈ വല്യച്ഛൻ എന്ന് പറയുമ്പോ പുള്ളിയുടെ നേരെ ബ്രദറാണോ അയ്യപ്പൻ? ചേട്ടൻ ആദ്യം വേറൊരു കെട്ട് കെട്ടിയതാ. അത് പിന്നങ്ങ് ഒഴിഞ്ഞപ്പോഴാ ഞാൻ ആ പെണ്ണുമ്പിളെ രണ്ടാമത് കെട്ടിയതാ ഈ അയ്യപ്പൻ. ഒരു കാലത്ത് ട്രിവാൻഡ്രത്തിലെ നാഗർകോവിലെ മോഷണ കേസുകളെടുത്താലേ അതിന് 4-3 അയ്യപ്പന്റെ പേരുണ്ടാവും. ഒടുക്കം 96 പിടിവീണ്. 10-15 കേസുകളിലായിട്ട് ഒരു 12 കൊല്ലം കണ്ട് അടിച്ചു കിട്ടി. പക്ഷെ ഇളവ് കിട്ടി. ടേമിന്റെ ലാസ്റ്റ് 4 വർഷം നമ്മുടെ കളിയേക്കാവുള്ള സ്റ്റേഷനിൽ പ്രൊബേഷനിൽ നിർത്തിയായിരുന്നു. ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിന് നല്ല നടപ്പ്. ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ പഴയ ലൈനിൽ പോകുന്നതായിരുന്നു ന്യായം. അതിഗ്രാടെ പിന്നെ പല സെറ്റപ്പുകളിലായിട്ട് ഡ്രൈവിംഗ് ഡ്യൂട്ടി കൊടുത്തു തുടങ്ങി. ഒടുക്കം റിട്ടയറായ പോലീസ് ഡോഗിന്റെ ഈ എന്താ ഷെൽട്ടർ തുടങ്ങിയില്ലേ? എവിടെയാണ്? തൃശ്ശൂര് ആശ്രയ എന്ന പേരില് അങ്ങോട്ടേക്ക് കെട്ടി. വേണമെങ്കിൽ ഒരു അര പോലീസ് എന്ന് പറയുമ്പോ. ഞാൻ ഈ പറഞ്ഞ ഡോഗ് റിട്ടയർമെന്റ് ഷെൽട്ടറിലേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഹൗസ് കീപ്പിങ്ങും പാർട്ട് ടൈം ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് 2 വർഷമായി ആളവിടെ തന്നെയാ. പക്ഷെ ഒരാഴ്ചയായി ആളവിടെ ഇല്ല. നാട്ടിലേക്ക് അർജന്റായി പോവാണെന്നാ അവിടുത്തെ ഇൻചാർജിനോട് പറഞ്ഞത്. എന്നാ നാട്ടിലെത്തിയിട്ടില്ല അല്ലേ? ഈ അയ്യപ്പന്റെ ഭാര്യയെ വിളിച്ച് അന്വേഷിച്ചില്ലേ? അമ്പിളിയുടെ മറ്റേ പഴയ പുള്ളിക്കാരിയും കൂടി കണ്ടിട്ടാ തിരിച്ച്. ഞാനുണ്ടായിരുന്നപ്പോ തന്നെയാ അവളുമായിട്ടും അമ്പിളി അണ്ണന്. ആണുങ്ങളാകുമ്പോ സ്വല്പ സൈഡ് ബിസിനസ് ഒക്കെ ഉണ്ടാവൂലേ. ഞാൻ അത്രയേ വിചാരിച്ചിട്ടുള്ളൂ. അവസാനം വയറ്റിലുണ്ടായപ്പം കെട്ടിയില്ലെങ്കിൽ കയറി തൂങ്ങിക്കളയൊന്നും പറഞ്ഞ് അവൾ അലമ്പിയപ്പോഴാ. അവളാണെങ്കി ഇച്ചിരി കട്ടിയില്ലാത്ത മനസ്സുവാ. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് ഞാൻ തന്നെ അമ്പിളി അണ്ണൻ്റെ അങ്ങ് പറഞ്ഞു. How understanding. അമ്പിളി ചേട്ടൻ വരാറുണ്ടോ അവിടെ? ഉള്ളപ്പോഴും വരാറുണ്ട്, ഇല്ലാത്തപ്പോഴും വന്നിട്ടുണ്ട്. അതിന്റെ പേരില് പുള്ളി അയ്യപ്പനായിട്ട് എപ്പോഴെങ്കിലും? അയ്യപ്പേട്ടൻ അറിയാവുന്ന കാര്യം തന്നെയാ. അങ്ങേരെ കൊണ്ട് എന്നെ കെട്ടിച്ചതും ഈ അമ്പിളിയണ്ണം തന്നെയായിരുന്നു. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടാ കള്ളനും പോലീസും എന്ന് പറയുമ്പം ജന്മനാനൊരു ആത്മബന്ധം ഇല്ലേ? CDR പ്രകാരം അമ്പിളി ഒരാഴ്ചയായി അയ്യപ്പനെ ഫ്രീക്വന്റ്ലി വിളിച്ചിട്ടുണ്ട്. ഒന്നുപോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ സൈബർ സെല്ലിലെ ഫ്രണ്ട് വഴി അയ്യപ്പന്റെ നമ്പർ ട്രാക്ക് ചെയ്യാനും അമ്പിളി നോക്കിയിട്ടുണ്ട്. അയ്യപ്പന്റെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ്, വാട്സാപ്പ് അല്ല SMS.
ബ്ലൂ റിയോൺ ബൈപ്പാസ് ജംഗ്ഷൻ. ടൈമിംഗ് വെച്ച് അമ്പിളി തമ്പാനൂരുള്ളപ്പോഴാണ് അയ്യപ്പൻ്റെ ഈ മെസ്സേജ് വന്നത്. അപ്പോൾ ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് അമ്പിളി പോയത് ഈ കാർ നോക്കിയിട്ട് തന്നെയാണെന്ന് ഉറപ്പാ. This is getting interesting, guys. Is the X-ray done? കാസർഗോഡ് നിന്ന് കോൾ ഉണ്ടായിരുന്നു ആ ഡോഗ്സിന്റെ കാര്യം പറയാൻ. എപ്പോഴാ കൊണ്ടുവരുന്നത്? അടുത്ത ശനിയാഴ്ച എത്ര ഡി ഇൻഡക്ഷൻ 12-ാം തീയതി വരെ എത്തുമെന്ന് പറഞ്ഞു. 2 ഫീമെയിലും 1 മെയിൽ ഡോഗും. ബി ബ്ലോക്ക് മതി. ആ നമുക്ക് ആ ബില്ലിന്ന് എഴുതി വിട്ടാൽ കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ട്. രാജി, ആ പോലീസുകാരന്റെ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വിളിച്ചായിരുന്നു. അയ്യപ്പനെ കുറിച്ച് ചോദിക്കാം. അവര് ചിലപ്പോ ഇങ്ങോ വരും. സ്ലിപ്പ് ആരുടെ വായിന്നും വന്നേക്കരുത്. എന്തൊക്കെ മാത്രം വിളമ്പാവുന്ന കൃത്യം ധാരണ വേണം. Okay. Don't tell me he's buried there. No way. I'm sure that's not Ayyappan. See, I am defying all the usual flags. Let me stop this. I'm gonna defy all the usual flags. That's not Ayyappan, I believe. So the episode, it was good. I like how this is really like fast paced. Usually I don't expect this. Like I said this in episode 1 reaction also. I mean, it's great that it's fast paced because it's not, I don't feel it's extremely rushed. We are getting all the information, but I always, expect some sort of, what do you say? Like in Hindi, we say Therav from Malayalam content. But anyway, coming to this one. So, point is, this episode tried to indicate that Ambali is probably dead, or, yeah, not probably, there's indicating that he's dead, but I am saying that he's not dead. The last scene, it suggests that Ayyappan is probably buried. I am saying no, that's not Ayyappan. They're both alive. This is some other mystery. And how the dog comes into play in the entirety of the series, I am really, really interested. I didn't even see how many episodes are there. Wait, let me just go back. View details. Oh, 6 episodes only. So the finale itself is like 44 minutes. Otherwise, it's like all half an hour episodes. All right, cool. So this is getting interesting. With every episode we are getting some sort of mystery, and I like the pace. So I am reserving my judgment till like how I found the series overall. I'm gonna say in the last episode, obviously, once I watch the finale, because a lot of it depends on that. But I like how the build up is happening. I like how they're pushing us in one way. I would say that because I have seen so many crime shows and this and that, I can probably catch the flags. I'm not bragging or anything. I can probably catch the flags of, they are just suggesting that, the audience should think in one particular way. But I am saying, no, I'm not thinking that. So let's see how much I am proven right or I am proven wrong. So yes, that was my reaction to episode 2 of the Kerala Crime Files. I will be also watching Dude and posting my reaction very soon on Patreon, and obviously the edited ones on my YouTube. But obviously all this unedited footage is going to go on Patreon, and the members can get early access. So yeah. Anyway, I'm going to sign off now. Thank you for watching wherever you're watching this. If on Patreon, then thank you for joining the membership. And if on YouTube, if you ever want to see the unedited footage or the unedited full reaction, you can always head to Patreon. So yeah, I'm going to sign off now, and I'll see you soon on my next video. Bye.